അതെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ പപ്പി ഗീവ് അവേയുടെ അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനൊരു പപ്പി ഗീവ് അവേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ആ ഗീവ് അവേ വിന്നറെ അനൗൺസ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്നത് ഒരു ഷിറ്റ്സു പപ്പിയായിരുന്നു. ഒരു 1 മന്ത് പ്രായമുള്ള ഒരു ഷിറ്റ്സു പപ്പീനെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ മെയ് 20-ാം തീയതി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒത്തിരി പേര് കാണുകയും കമന്റ്സ് ഇടുകയും ഒക്കെ ചെയ്തു. ഇപ്പം നമുക്കൊരു ഗീവ് അവേ ആകുമ്പോൾ അതിനൊരു ക്രൈറ്റീരിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എൻ്റെ ചാനൽ മലയാളി എന്ന് പറയുന്ന ചാനൽ 3K സബ്സ്ക്രൈബേഴ്സ് ആവുക, അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് 10K വ്യൂവേഴ്സ് ആവുക. പിന്നെന്ന് പറയാൻ നിങ്ങൾക്ക് 2 കമന്റ്സ് ഇടാം. ഒരു കമന്റ് ചാനലിനെയും കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടുള്ള കമന്റും, ഒരു കമന്റ് നിങ്ങൾക്കിപ്പോൾ ഒരു പെറ്റ് ലവർ ആണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കുറച്ചൊരു ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കമന്റും ഇടണം. ഇത്രയായിരുന്നു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. വീഡിയോയുടെ ക്രൈറ്റീരിയ, ആ ഒരു പപ്പീനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരു 2K സബ്സ്ക്രൈബേഴ്സിനോട് അടുക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ 1 മന്തിനുള്ളിൽ കംപ്ലീറ്റ് ആവണമെന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ ഒരു 2K സബ്സ്ക്രൈബേഴ്സിനോട് അടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യൂസ് എന്ന് പറയുന്നത് 1K വ്യൂസിൽ തന്നെ നിൽക്കുവാണ്. പിന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ്സ് ഇടുന്നുണ്ട്. 2 കമൻറ്റ്സ് വെച്ചിട്ട് കമൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ ഇപ്പം ഇന്ന്, അതായത് ജൂൺ 20 ആകുമ്പോഴത്തേക്ക് എന്താണ്, വീഡിയോയുടെ ആ ഒരു ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അതായത് മെയ് 20-ാം തീയതി പോസ്റ്റ് ചെയ്ത വീഡിയോ ജൂൺ 20 ആകുമ്പോഴത്തേക്ക് 1 മന്ത് കംപ്ലീറ്റ് ആയി. അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടില്ല. വീഡിയോയ്ക്ക് 10K വ്യൂസ് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ 3K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല, അങ്ങനെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതായാൽ മാത്രമല്ലേ നമുക്ക് ആ പപ്പിനെ, ആ ഒരു ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്ത് ഗീവ് അവേ അനൗൺസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്നും അതിന് കഴിഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട്, ഇൻസ്റ്റയിലൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പപ്പീനെ ഇതോട്ട് അനൗൺസ് ചെയ്ത് അപ്പം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതാവത്തില്ലല്ലോ. എങ്ങനെയാണ് നമ്മൾ അനൗൺസ് ചെയ്ത് വിന്നറെ സെലക്ട് ചെയ്ത് ഒരാൾക്ക് പപ്പീനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മൾ ഗീവ് അവേ എന്ന് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ ഇതായി ചെയ്ത് കഴിയുമ്പോഴല്ലേ അതിനൊന്നും വേണ്ടി നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഗീവ് അവേ അനൗൺസ് ചെയ്താലും നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്തിരിക്കണം, 3 പേരെ മെൻഷൻ ചെയ്യണം, അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെ എന്ന് പറയാം, അല്ലെങ്കിൽ ഇത്ര ടൈം. അപ്പോൾ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് എല്ലാ ഗീവ് അവേയും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗീവ് അവേയും ആ ഒരു ക്രൈറ്റീരിയയുടെ ബേസിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇത് നമുക്കത് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആവാൻ ഒത്തിരി പേരിലേക്ക്, എന്നാലും ഒരു 1K ഒരു അത്രയും പേരിലേക്കൊക്കെ വീഡിയോ എത്തി. ഒത്തിരി പേര് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു, ഒത്തിരി കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു, പേഴ്സണലി ഒത്തിരി മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ പപ്പി എന്ന് പറയുന്നത് ഒരു 2 മാസമൊക്കെ ആയിരിക്കുകയാണ്. 2 മാസം പ്രായമായി അവൾക്ക്. അപ്പോൾ നമ്മളത് വീട്ടിലേക്ക് എടുക്കാൻ 5 പേരായിരുന്നു. ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഷിറ്റ്സും ഉണ്ട്, ബാനു. അപ്പോൾ അവൾ പ്രസവിച്ച് 5 പേരായിരുന്നു. അതിൽ ബാക്കി എല്ലാവരും സെയിലായപ്പോൾ ഒരാളെ നമ്മൾ വീട്ടിലേക്ക് എടുത്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ, ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എനിക്ക് പപ്പീൻ്റെ കാര്യം ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഗീവ് അവേ ഇങ്ങനെ അനൗൺസ് ചെയ്തത്. അതായത് ഇങ്ങനെ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരാൾക്ക് നമുക്ക് ഈ പപ്പീനെ കൊടുക്കാം. ഒത്തിരി പേര് തരുമോ അല്ലെങ്കിൽ പൈസയ്ക്ക് തന്നെ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗീവ് അവേ ആകുമ്പം ഒരു നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടും എന്നുള്ള ഒരു ബേസിൽ തന്നെ ഞാൻ വീട്ടിലെല്ലാം സംസാരിച്ചെല്ലാം സെറ്റാക്കി ഗീവ് അവേ കൊടുക്കാം എന്നുള്ള ഒരു ഇതിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും അതിനെ അങ്ങനെ ഗീവ് അവേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഗീവ് അവേ അപ്ഡേഷൻസ് ഇതോട്ട് അറിയിക്കാം എന്ന് പറഞ്ഞപ്പം ആ ഒരു അപ്ഡേഷനാണ് ഈ വീഡിയോയിലോട്ട് പറയുന്നത്. പപ്പീനെ നമ്മൾ വീട്ടിൽ തന്നെ എടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി അവൾക്ക് പേരൊക്കെ ഇട്ടായിരുന്നു, കുഞ്ഞി എന്നാ പേര്. അപ്പം ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ സെറ്റാക്കി വെച്ച് വാക്സിനേഷനും എല്ലാം കംപ്ലീറ്റ് ആക്കി വെച്ചേക്കുമായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് തന്നെ ബാനുവിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞിനെ എടുത്തേക്കുകയാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഗീവ് അവേയുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാത്തതിൻ്റെ പേരിൽ പപ്പീനെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ എടുത്തേക്കുകയാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലുണ്ടാകും. കാരണം ജെന്യുയിൻ ആയിട്ടൊരു കേസ് തന്നെയാണ് ഞാൻ പറയുന്നത്. ക്രൈറ്റീരിയ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇത് കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പപ്പീനെ ഗീവ് അവേക്ക് കൊടുക്കുന്നത്? അപ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വേറൊരു ഗീവ് അവേയുടെ വീഡിയോ ഇട്ടായിരുന്നു. നമുക്ക് 2K സബ്സ്ക്രൈബർ ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഒരു കമൻറ്റ് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ പ്രൈസ് കൊടുക്കും എന്നുള്ളൊരു ഗീവ് അവേ അന്നാണ് നമ്മൾ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ 2K ഓൺ ദ വേ ആണ്. അത് എന്തായാലും കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ എന്തായാലും സെലക്ട് ചെയ്ത് കമൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ ഓൾറെഡി അത് ചെയ്യുന്നതായിരിക്കും. അവർ മെയിലും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ നടത്തി അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം അടുത്ത ഗീവ് അവേയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്
എല്ലാവരും അതിന് കമൻറ്റ്സ് ഇടുക. അപ്പോൾ അതെന്തായാലും ഓൾറെഡി ഇങ്ങനെയുള്ളൂ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. നമുക്ക് 2K അപ്പം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി വിന്നറെ ഇതാക്കും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പപ്പി വീഡിയോയുടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ. അപ്പം സബ്സ്ക്രൈബ് ചെയ്തവർക്കും കമൻറ്റ്സ് ഇട്ടവർക്കും ഒക്കെ ഒത്തിരി താങ്ക്സ്. ഒത്തിരി പേര് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ അറിയാം മിക്കവാറും പെറ്റ് ലവേഴ്സാണ് ഇടുന്നത്. അവരുടെ വീട്ടിലുള്ള പെറ്റ്സ് മരിച്ചുപോയ സ്റ്റോറിയും അതിനെ ഒത്തിരി സ്നേഹിച്ച സ്റ്റോറിയും. നമുക്ക് പെറ്റ്സ് ഉണ്ട്, ഒരു പെറ്റ് ലവർ ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. അപ്പം ഇട്ടവർക്കൊക്കെ ഒത്തിരി താങ്ക്സ്. നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിനും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തുടർന്ന് നിങ്ങൾ വീഡിയോസ് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോസൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.